മായ സ്പെഷ്യൽ സ്കൂളുകളുണ്ട് കേരളത്തിൽ. അവർക്ക് എയ്ഡഡ് പദവി കൊടുക്കും. എയ്ഡഡ് പദവി. കാരണം ഭിന്നശേഷിക്കാരെ പഠിപ്പിക്കുന്ന സ്കൂളുകൾക്ക് അവർ വലിയ പ്രയാസങ്ങൾ നേരിടുകയാണ്. അവർക്ക് സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി നേരിടും. അതുപോലെ ഭിന്നശേഷി നിയമനത്തിനായി നിശ്ചിത തസ്തികകൾ മാറ്റിവെച്ചിട്ടുള്ള എല്ലാ മാനേജ്മെൻറ്റുകൾക്കും കീഴിലുള്ള എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനങ്ങൾക്ക് സത്വരമായി അംഗീകാരം കൊടുക്കുന്നുള്ള നടപടി സ്വീകരിക്കും. 17,000 അധ്യാപകർ, 17,000-നും 20,000-ത്തിനുള്ള ഇടയിലുള്ള അധ്യാപകർ ശമ്പളം കിട്ടാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായിട്ട്. അതിന് പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കും. അതുപോലെ മത്സ്യബന്ധന ബോട്ടുകൾ, KSRTC, ഓട്ടോറിക്ഷ, ഉടമസ്ഥർ ഓടിക്കുന്ന ടാക്സികൾ എന്നിവയ്ക്ക് സംസ്ഥാന നികുതിയിൽ നിന്നും ഒരു ഫ്യൂവൽ സബ്സിഡി കൊടുക്കാനുള്ളൊരു തീരുമാനം ഞങ്ങളിത് നേരത്തെ നിയമസഭയിൽ ആവശ്യപ്പെട്ടതാണ്. പിന്നെ ആശാ വർക്കർമാരുടെ ദിവസവേതനം കുറഞ്ഞത് 700 രൂപ. അംഗൻവാടി ജീവനക്കാർ, ആശ വർക്കേഴ്സ്, സ്കൂൾ പാചക തൊഴിലാളികൾ അടക്കമുള്ള സ്കീം തൊഴിലാളികളുടെ വേതനം പരിഷ്കരിക്കും. ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ നടപടി വേഗത്തിൽ സ്വീകരിക്കും. സംസ്ഥാനത്ത് BPL കുടുംബങ്ങളിലെ രോഗികൾക്കുള്ള ഡയാലിസിസ് സൗജന്യമാക്കും. അർഹരായ കുട്ടികൾക്ക് ഇന്ത്യയിലും വിദേശത്തും പഠനത്തിന് KR നാരായണൻ സ്കോളർഷിപ്പ്, ലോൺ സ്കോളർഷിപ്പ് നൽകും. അതുപോലെ ക്ഷേമനിധി ബോർഡുകൾ തകർന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ഇപ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ കിട്ടിയിട്ട് 20 മാസമായി. അപ്പോൾ ആ ക്ഷേമനിധി ബോർഡുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാനും അരിയേഴ്സ് സമയബന്ധിതമായി നൽകാനും നടപടിയെടുക്കും. കേരളത്തിലെ പാവപ്പെട്ടവർക്ക് കുറഞ്ഞ ചെലവിൽ വിവാഹം നടത്താൻ ആധുനിക സൗകര്യങ്ങളുള്ള സ്നേഹ സുമംഗലി വിവാഹ മണ്ഡപങ്ങൾ ഉണ്ടാക്കും. അതുപോലെ ആരോഗ്യ മേഖലയുടെ റിപ്പോർട്ട് നമ്മൾ നേരത്തെ അവതരിപ്പിച്ചതാണ്. എങ്കിലും അവർക്ക് ബെഡ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ആശുപത്രിയിൽ എത്തുന്നവർക്ക് ബെഡ് ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു സംവിധാനം ചെയ്യും. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ്, ചികിത്സാ ചെലവ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള നമ്പർ 1 സംസ്ഥാനം കേരളമാണ്. 70% ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ്. അത് ഗണ്യമായി കുറച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് നേരത്തെ പറഞ്ഞ ഉമ്മൻചാണ്ടി ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും. സർക്കാർ ആശുപത്രികളിൽ പ്രത്യേകിച്ച് ജെറിയാട്രിക് കെയർ യൂണിറ്റുകൾ, പ്രായമുള്ളവർക്ക് അത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. സെക്കൻഡറി ലെവലിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യത്തിനായി ഹോസ്പിറ്റൽസ്, വൃദ്ധ വനിതകൾക്ക് അംഗൻവാടിക്ക് സമാനമായി അമ്മവാടി പദ്ധതി, ആദിവാസി മേഖലയിലെ ജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിനായി ട്രൈബൽ ഹെൽത്ത് ക്ലസ്റ്ററുകൾ, തീരദേശ മേഖലയിൽ ട്രൈബൽ സെക്ടറിലും കോസ്റ്റൽ ഏരിയയിലുമാണ്. തീരദേശ മേഖലയിൽ കോസ്റ്റൽ കെയർ യൂണിറ്റുകൾ, ഹെൽത്ത്. പിന്നെ പോണ്ടിച്ചേരിയിലെ ജിപ്മർ മോഡലിൽ നോ ബിൽ രഹിത ആശുപത്രികൾ. ജിപ്മർ അങ്ങനെയാണ്, ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, ജിപ്മർ, ആ മോഡൽ. പിന്നെ മുൻ UDF സർക്കാർ ആരംഭിച്ച വയനാട്, തിരുവനന്തപുരം, കോന്നി, മഞ്ചേരി, ഇടുക്കി, പാലക്കാട്, കാസർഗോഡ്, കൊല്ലം മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തും. അടിസ്ഥാന സൗകര്യം, സ്റ്റാഫ്, ഉപകരണങ്ങൾ എല്ലാം ഉറപ്പുവരുത്തും. വിദേശ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ വന്ന് പഠിക്കാൻ അവസരം ഒരുക്കുന്ന സെമസ്റ്റർ ഇൻ കേരള പദ്ധതി. കാരണം പല രാജ്യങ്ങളിലും ഒരു സെമസ്റ്റർ പുറത്തുപോയി പഠിക്കാനുള്ള അവസരമുണ്ട്. അത് കേരളത്തിൽ വന്ന് പഠിക്കാൻ ലോകത്തെ വിവിധ യൂണിവേഴ്സിറ്റികളുമായി, ഈ സ്കീം നിലവിലുള്ള വിവിധ യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട് ഒരു സെമസ്റ്റർ ഇവിടെ വന്ന് പഠിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കും. സ്റ്റുഡൻറ് മൊബിലിറ്റി ഉറപ്പുവരുത്താൻ സർവകലാശാലകൾക്കിടയിൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സംവിധാനം ഏർപ്പെടുത്തും. കേരളത്തിലെ ക്യാമ്പസുകളിൽ സ്റ്റുഡൻറ് ഡൈവേഴ്സിറ്റിക്ക് പ്രധാന പരിഗണന നൽകും. ക്യാമ്പസുകളിൽ റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ സ്റ്റുഡൻറ് ഡിസ്ട്രസ് ആപ്പ്, കേരളത്തിലെ ക്യാമ്പസുകളിൽ റാഗിംഗ് തടയാനും വിദ്യാർത്ഥികളുടെ ക്ഷേമം ഉറപ്പുവരുത്താനും സിദ്ധാർത്ഥൻ ആൻറ്റി റാഗിംഗ് ആൻഡ് സ്റ്റുഡൻറ് വെൽഫെയർ ആക്ട് നടപ്പാക്കും. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം അമിത രാഷ്ട്രീയവൽക്കരണത്തിൽ നിന്ന് മോചിപ്പിക്കാൻ അക്കാഡമിക് കൗൺസിലിൻ്റെ എക്സിക്യൂട്ടീവ് ബോഡിയായി ഒരു അക്കാഡമിക് സിൻഡിക്കേറ്റ് ഉണ്ടാക്കും. അക്കാഡമിക് കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യും. ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിലെ സിൻഡിക്കേറ്റിൽ നടക്കുന്നത് അക്കാഡമിക് കാര്യങ്ങൾ ഒഴിച്ചുള്ള ബാക്കി എല്ലാ ചർച്ചയും നടക്കുന്നുണ്ട്. അപ്പോൾ അക്കാഡമിക് കാര്യങ്ങൾ മാത്രം നടത്തി വളരെ റിസർച്ച് ഓറിയൻറ്റഡ് ആക്കി ലോക നിലവാരമുള്ള കോഴ്സുകൾ ആരംഭിക്കാൻ ഉള്ള പാകത്തിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെ മാറ്റുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. സർവകലാശാലകളിലെയും കോളേജുകളിലെയും സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്കെതിരായ ജാതീയമായ വിവേചനങ്ങളും പക്ഷപാതവും അവസാനിപ്പിക്കാൻ രോഹിത് വെമുല ആക്ട് കൊണ്ടുവരും. +1 സീറ്റ് പ്രതിസന്ധിക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തും. നിങ്ങളവിടെ സംസാരിക്കായിരുന്നേ? അവിടെ സംസാരിക്കല്ലേ? അവിടെയൊന്നും സംസാരിക്കല്ലേ? പുറത്തു
കേരളത്തിൽ കൂടുതൽ അന്താരാഷ്ട്ര തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻ്ററുകൾക്ക് പ്രോത്സാഹനം നൽകാൻ നയരൂപീകരണം. ഇത്രയും വിദ്യാഭ്യാസവും ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ട് വലിയ അക്കാഡമിഷ്യൻസിൻ്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും ഡോക്ടേഴ്സിൻ്റെയും കോൺക്ലേവ് കൂടിയിട്ടുള്ള വളരെ വിശദമായ നിർദ്ദേശങ്ങളാണ്. ഞാനത് നേരത്തെ ഡോക്യുമെൻറ്റിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ PSC സംവിധാനം, PSCയെയും അതുപോലെ നമ്മുടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനെയും നോക്കുകുത്തിയാക്കില്ല. എവിടെ വേക്കൻസി വന്നാലും 24 മണിക്കൂറിൽ അത് റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അച്ചടക്ക നടപടി സ്വീകരിക്കും. വേക്കൻസി റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും വേഗത്തിൽ അഡ്വൈസ് മെമ്മോ അയക്കാനുള്ള സംവിധാനം, അതിനൊരു നിശ്ചിതമായ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കും. അതുപോലെ സംസ്ഥാനത്തെ മയക്കുമരുന്ന് മുക്ത സംസ്ഥാനമാക്കും. മയക്കുമരുന്നിൻ്റെ ഉത്ഭവ, വിപണന, വിതരണ ശൃംഖല കണ്ടെത്തി സമൂലമായി ഇല്ലാതാക്കാൻ ബ്രേക്ക് ദ ഡ്രഗ് ചെയിൻ അതാണ് ഇപ്പം ചെയ്യാത്ത. അതാണ് ഇപ്പം അറസ്റ്റ് ചെയ്യുന്നത് വലിക്കുന്നവരെ മാത്രമാണ് അറസ്റ്റ് ചെയ്യുന്നത്. 3 മണിക്കൂർ സ്റ്റേഷനിൽ നിർത്തി ജാമ്യത്തിൽ വിടുകയും അവർ പുറത്തുപോയി അത്ര നേരം വലിക്കാത്തത് വലിക്കുകയും ചെയ്യാറ്. ഇതിൻ്റെ പ്രഭവ കേന്ദ്രങ്ങളെ അന്വേഷിക്കുന്നില്ല, സോഴ്സ് അന്വേഷിക്കുന്നില്ല. അപ്പം നമ്മുടെ പരിപാടി ബ്രേക്ക് ദ ഡ്രഗ് ചെയിനാണ്. ഭയങ്കരമായ വിപണന ശൃംഖലയാണ്, അത് പൊളിച്ചടുക്കും. അതാണ് നമ്മുടെ പ്രഖ്യാപനം. മയക്കുമരുന്ന് മുക്ത സംസ്ഥാനമാക്കും. സ്ത്രീകൾക്ക് ജോലി സ്ഥലങ്ങളിൽ തുല്യവേതനം കിട്ടാനൊക്കെയുള്ള നടപടി സ്വീകരിക്കും. 5 വർഷം കൊണ്ട് 5 ലക്ഷം പേർക്ക് വീട് നൽകും. ഭവന പദ്ധതികളുടെ തുക വർദ്ധിപ്പിക്കും. SC/ST വിഭാഗങ്ങൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും പ്രത്യേക ഭവന പദ്ധതികൾ നടപ്പിലാക്കും. അത് ലൈഫിൽ പെടുത്തിയതുകൊണ്ട് അവരോടുള്ള ഭയങ്കരമായ അവഗണനയായിരുന്നു ഈ ലൈഫ് പദ്ധതിയുടെ കാലഘട്ടത്തിൽ മുഴുവൻ. അത് ഞങ്ങൾ പരിശോധിച്ചിട്ടാണ് പറയുന്നത്. പിന്നെ പ്രത്യേക കാർഷിക ബജറ്റ് അവതരിപ്പിച്ച് നടപ്പാക്കും. ബജറ്റിൻ്റെ കൂടെ സ്പെഷ്യലായിട്ടുള്ളൊരു കാർഷിക ബജറ്റ് കർഷകരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതാണ്. റബ്ബറിന് 300 രൂപ താങ്ങുവിലയാക്കും. സിയാൽ മോഡൽ റബ്ബർ കമ്പനികൾ ആരംഭിക്കും. അതുപോലെ കാർഷിക വിളകളുടെ താങ്ങുവില നിശ്ചയിച്ച സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കും. അതായത് പറഞ്ഞിരിക്കുന്നത്, സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് 50% ഉൽപ്പാദിപ്പിക്കാൻ കർഷകനുണ്ടായ ചെലവ് 50% കൂടി ചേർത്തിട്ടാണ് മിനിമം സപ്പോർട്ട് പ്രൈസ് നിശ്ചയിക്കുന്നത്. അങ്ങനെ ചെയ്യും. നാണ്യവിളകളെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ പട്ടികയിൽപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തും. കുടിയേറ്റ കർഷകർ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും സമയബന്ധിതമായി പരിഹരിക്കും. ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി വിവിധ കോടതികളിൽ നിലനിൽക്കുന്ന കേസുകൾ കർഷക താൽപ്പര്യം സംരക്ഷിച്ച് സമയബന്ധിതമായി തീർക്കും. വന്യമൃഗങ്ങളുടെ കാടിറക്കം സംബന്ധിച്ച് യഥാസമയം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ ഡ്രോൺ, നിർമ്മിത ബുദ്ധി, IoT അടക്കമുള്ള ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയുള്ള നിരീക്ഷണ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, പരമ്പരാഗത സംവിധാനങ്ങളെയും ആധുനിക സംവിധാനങ്ങളെയും സമന്വയിപ്പിച്ച് ഈ വന്യജീവി ആക്രമണം തടയാനുള്ള നടപടികൾ സ്വീകരിക്കും. ഭൂ ഉടമകളുടെ ഭൂമിയിൽ കടന്നു കയറുന്ന കാട്ടുമൃഗങ്ങളെ നേരിടുന്നതിന് ഭൂ ഉടമകൾക്ക് അധികാരം നൽകുന്ന നടപടികൾ സ്വീകരിക്കും. അതുപോലെ തന്നെ ഈ തീരപ്രദേശത്തെ ജനങ്ങളുടെ ദുരിതമാണ് ജീവിതം. കടലിൻ്റെ അവകാശം കടലിൻ്റെ മക്കൾക്ക് ഉറപ്പുവരുത്തുന്ന നടപടികൾ സ്വീകരിക്കും. മത്സ്യബന്ധന അവകാശം മത്സ്യത്തൊഴിലാളികൾക്കായി നിജപ്പെടുത്തും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി നൽകി വരുന്ന SCP TSP മാതൃകയിൽ ഒരു ഫിഷറി സബ് പ്ലാനിൻ്റെ കൂടെ നടപ്പാക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് ഡീസൽ, പെട്രോൾ സബ്സിഡി ലഭ്യമാക്കും. മണ്ണെണ്ണ സബ്സിഡി വർദ്ധിപ്പിക്കാൻ നടപടിയെടുക്കും. 40 രൂപ മണ്ണെണ്ണയ്ക്ക് ഉണ്ടായിരുന്ന സമയത്താണ് ഉമ്മൻചാണ്ടി സർക്കാർ 25 രൂപ സബ്സിഡി കൊടുത്തത്. ഇപ്പം 110 രൂപയാണ് മണ്ണെണ്ണയ്ക്ക്, അപ്പോഴും 25 രൂപയാണ്, അതുപോലും കൊടുക്കുന്നില്ല. പിന്നെ വനാവകാശ നിയമം BSA നിയമം പൂർണ്ണമായും നടപ്പാക്കും. ഏകദേശം 5.5 ലക്ഷത്തോളം ഏക്കർ ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നതിന് നിയമനിർമ്മാണം നടത്തി നിയമാനുസൃതമായി ദളിത്, ആദിവാസി വിഭാഗങ്ങൾക്കും മറ്റർഹരായ ഭൂരഹിതർക്കും നൽകും. ഭൂരഹിതരായ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് ഭൂമി വാങ്ങി നൽകുന്ന പദ്ധതി പുനഃസ്ഥാപിക്കും. SC/ST വിദ്യാർത്ഥികൾക്ക് ഗ്രാൻഡ് അടക്കമുള്ള വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ച് സമയബന്ധിതമായി വിതരണം ഉറപ്പാക്കും. ഇപ്പോൾ ഗ്രാൻഡ് സമയത്ത് കിട്ടുന്നില്ല.